നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കോൺഗ്രസ് നേതാക്കൾ എത്ര കട്ടക്കിറങ്ങിയാലും റിനി ആൻഡ് ജോർജ് പിന്നോട്ടില്ല. അന്ന് സതീശൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ റിനി എത്തി വേദിയിൽ കയറി രേവന്ത് റെഡ്ഡിയുമായി എടുത്ത ഫോട്ടോ. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ റിനി സെൻട്രൽ സ്റ്റേഡിയത്തിലെത്തിയപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ അവരെ കൂക്കി വിളിച്ചു. എന്നാൽ ദുഷ്ടശക്തികളെ നിഗ്രഹിക്കാൻ അവതാരപ്പിറവിയെടുത്തവളാണ് താൻ എന്ന് റിനി ആൻഡ് ജോർജ് സമൂഹ മാധ്യമങ്ങളിലൂടെ തുടർന്ന് പ്രഖ്യാപിച്ചു. യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ അധ്യക്ഷൻ വിജിൽ മോഹനൻ തുടർന്ന് റിനി ആൻഡ് ജോർജിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചു. റിനിയെ അവതാരമെന്നാണ് വിജിൽ വിളിച്ചത്. ഈ അവതാരത്തെ കരുതിയിരിക്കുക എന്ന മുന്നറിയിപ്പ് വിജിൽ നൽകി. റിനി വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ല. ഇപ്പോഴിതാ 4 മന്ത്രിമാർക്കൊപ്പമുള്ള സെൽഫി ഫോട്ടോകളാണ് സമൂഹ മാധ്യമത്തിൽ റിനി പങ്കുവച്ചിരിക്കുന്നത്. ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ സാർ, വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ് സാർ, സിനിമ സാംസ്കാരിക മന്ത്രി വിഷ്ണു ഏട്ടൻ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി ഏട്ടൻ, പ്രിയപ്പെട്ട മന്ത്രിമാർക്ക് ആശംസകൾ. സണ്ണി ജോസഫിനൊപ്പം ഒരു സൗമ്യ ദീപ്തമായ സെൽഫി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി ഏട്ടൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ് റിനി ആൻഡ് ജോർജ്. റോജിയുടേതും റിനിയുടേതും ഉടുപ്പുകളൊക്കെ ഒരേ കളറാണ്, നീല നിറം. എന്നാൽ വിഷ്ണുവേട്ടൻ അടുത്തെത്തിയപ്പോൾ റിനി വെള്ള ഉടുപ്പാണിട്ടത്. വിഷ്ണുവേട്ടനും ഖദർ. മുരളീധരൻ സാർ വെള്ള ഖദറായതുകൊണ്ട് റിനിയും വെള്ള ഉടുപ്പിട്ടു. റിനിയിട്ട് ഈ ഫോട്ടോയ്ക്ക് താഴെ വന്ന കോൺഗ്രസ് പ്രവർത്തകർ കൂട്ടത്തോടെ കമൻറ്റുകൾ ഇടുന്നു. ഇവരുടെ കാര്യം ഗോവിന്ദ് എന്നാണ് ചിലർ കമൻ്റ് ഇടുന്നത്. പറവൂരിൽ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ CPMൻ്റെ കൂടെ ഇറങ്ങിയ മുതല സത്യപ്രതിജ്ഞയ്ക്ക് വലിച്ചു കയറുമെന്ന് കൂക്കിവിളിയും ഏറ്റുവാങ്ങി. ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. കോൺഗ്രസ് പ്രവർത്തകർക്ക് പണ്ടേ റിനി ആൻഡ് ജോർജിനോട് കലിപ്പാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യമായി ആരോപണമുന്നയിച്ചത് ഇത് റിനി തന്നെ. പിന്നീടാണ് സ്ത്രീകൾ കൂട്ടത്തോടെ വന്ന് രാഹുലിനെ ആക്രമിച്ചത്. ഒടുവിൽ രാഹുലിന് സ്ഥാനവും പോയി, എല്ലാം നഷ്ടപ്പെട്ടു. എന്നാൽ റിനി ആൻഡ് ജോർജിനെ ചേർത്ത് നിർത്തിയിരുന്നു VD സതീശൻ. സതീശൻ തനിക്ക് അച്ഛനെ പോലെയാണ് എന്നൊക്കെ റിനി അന്ന് തട്ടിവിട്ടു. സതീശനൊപ്പം കേക്ക് മുറിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ പിന്നീട് വൈറലായി. ഇവിടെ കോൺഗ്രസ് പ്രവർത്തകരും ചില യൂട്യൂബുകാരുമൊക്കെ സംശയിക്കുന്ന ചിലതുണ്ട്. VD സതീശനെതിരെ മത്സരിച്ച ടൈസൺ മാസ്റ്ററുടെ സമാപന കൊട്ടിക്കലാശത്തിൽ അന്ന് റിനി ആൻഡ് ജോർജ് നിറഞ്ഞു നിന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ റിനിയെ AKG സെൻറ്റർ അയച്ചതാണോ എന്ന സംശയമാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക്. മന്ത്രിമാർക്കൊപ്പം വലിച്ചു കയറുമെന്ന് സെൽഫി എടുക്കുന്നു. രേവന്ത് റെഡ്ഡി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം സെൽഫി. മറ്റ് ചില സംശയങ്ങളും ചിലർ ഉന്നയിക്കുന്നു. പുതിയ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ പ്രോട്ടോക്കോളും സുരക്ഷാ നിർദ്ദേശങ്ങളും ലംഘിച്ചു എന്നാണിപ്പോൾ രഹസ്യാന്വേഷണ റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച് സിറ്റി പോലീസ് കമ്മീഷണറോട് DGP റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. റിനി ആൻഡ് ജോർജ് ഉൾപ്പെടെയുള്ളവർ എങ്ങനെ അവിടെ അന്ന് വേദിയിലെത്തി? എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തി വേദിയിലേക്ക് വലിച്ചു കയറിയവരുടെ ലിസ്റ്റ് പോലീസ് തന്നെ ശേഖരിച്ചു. സ്പെഷ്യൽ ബ്രാഞ്ച് മേധാവിയും വിശദമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. സത്യപ്രതിജ്ഞ നടന്ന വേദിയിൽ അനുവാദമില്ലാതെ കയറിയവരുടെ ഫോട്ടോ, വീഡിയോകൾ തുടങ്ങിയവ ശേഖരിച്ച് റിപ്പോർട്ട് നൽകാനാണ് സ്പെഷ്യൽ ബ്രാഞ്ച് മേധാവിയുടെ ഉത്തരവ്. ചട്ടം പാലിക്കേണ്ടവർ തന്നെ ചട്ടം ലംഘിച്ചുവെന്നാണ് പോലീസിന്റെ വാദം. വേദിയിലേക്ക് ചിലർ കയറുന്നത് വിലക്കിയ പോലീസുകാർക്കെതിരെ IAS ഉദ്യോഗസ്ഥർ തട്ടിക്കയറി. രാഹുൽ ഗാന്ധി ഉൾപ്പെടെ വേദിയിലുണ്ടായിരുന്ന 8 പേർക്ക് Z കാറ്റഗറി സുരക്ഷയുള്ളവരാണ്. ലോക് ഭവൻ നൽകിയ ലിസ്റ്റിലുള്ളവർക്ക് മാത്രമായിരുന്നു യഥാർത്ഥത്തിൽ വേദിയിൽ കയറാൻ അനുവാദമുണ്ടായിരുന്നത്. പിന്നെ എങ്ങനെ അവിടെ എത്തിയ പലരും വേദിയിലേക്ക് ഇരച്ചു കയറി? പ്രത്യേകിച്ച് റിനി ആൻഡ് ജോർജിനെ പോലെയുള്ളവർ. റിനി ആൻഡ് ജോർജിനെ ആരാണ് ഈ വേദിയിലേക്കും പരിസരത്തേക്കുമൊക്കെ കൂട്ടിക്കൊണ്ടുവന്നത്? ഈ സംശയം കോൺഗ്രസ് നേതാക്കൾ തന്നെ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നു. VD സതീശൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട ചിലരാണ് റിനി ആൻഡ് ജോർജിനെ വേദിയിലെത്തിച്ചത് എന്ന സൂചനകൾ പുറത്തു വരുന്നു. അത് ഉന്നം വെച്ചാണ് KC പക്ഷം ഇപ്പോൾ ആരോപണങ്ങൾക്ക് മൂർച്ച കൂട്ടിയത്. ആരോപണങ്ങളിലേക്ക് എരുതിയിൽ എണ്ണയൊഴിക്കാൻ റിനിയും ഒട്ടും പിന്നോട്ടില്ല. പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാക്കളെ ഈ അവതാരത്തെ കരുതിയിരിക്കുക എന്ന് പറഞ്ഞ് ഇന്നലെ വിജിൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. കണ്ണൂർ ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റാണ് വിജിൽ മോഹനൻ. വിജിൽ ഒന്നുകൂടി കടുപ്പിച്ച് ഇന്ന് കളത്തിലിറങ്ങി. റിനി തുടർച്ചയായി കോൺഗ്രസ് പ്രവർത്തകരെ വെല്ലുവിളിക്കുന്നതാണ് വിജിലിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. വിജിൽ ഇന്ന് കുറിച്ചിരിക്കുന്നത് ഇങ്ങനെ: ഇന്നലെ തൊട്ട് റിനി ആൻഡ് ജോർജും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും 2 വശത്തായി നിന്ന് വെല്ലുവിളിക്കുകയാണ്. റിനി ഇന്ന് പറയുകയാണ് റിനി ദുഷ്ടശക്തികളെ നശിപ്പിക്കാൻ വന്ന അവതാരമാണെന്ന്. അവതാരമല്ല, അക്ഷരം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി വിളിക്കേണ്ടി വരും. പിന്നെ ശത്രുക്കളെ നിഗ്രഹിക്കലല്ല, ഈ പ്രസ്ഥാനത്തെ സംഹരിക്കുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യമെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കേരള മുഖ്യമന്ത്രി VD സതീശനെ പ്രകീർത്തിച്ച നിങ്ങൾ പിണറായി വിജയന് വേണ്ടിയും അത് ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയാം.
അതുകൊണ്ടാണല്ലോ പറവൂരിലെ ഇടത് സ്ഥാനാർത്ഥി ടൈസൺ മാസ്റ്റർക്കൊപ്പം നിന്നതും ശൈലജ ടീച്ചർക്കൊപ്പം വേദി പങ്കിട്ടതും. റിനി ഇടയ്ക്കൊക്കെ പറയുന്നു താൻ കോൺഗ്രസ് ആണെന്ന്. എന്നാൽ വി.ഡി. സതീശനെതിരെ മത്സരിച്ച LDF സ്ഥാനാർത്ഥി ടൈസൺ മാസ്റ്ററുടെ ഇലക്ഷൻ പ്രചരണം കൊഴുപ്പിക്കാൻ പോയ നിങ്ങൾ എങ്ങനെയാണ് കോൺഗ്രസ് ആകുന്നത്? നിങ്ങളിലെ കോൺഗ്രസ് പാർട്ടിക്കെതിരെ മത്സരിച്ച CPM നേതാവ് KJ ഷൈൻ ടീച്ചർക്കൊപ്പം പറവൂരിൽ വേദി പങ്കിട്ടത്. എല്ലാ നാട്ടിലും കാണും ഇങ്ങനെ ചില പ്രാഞ്ചിയേട്ടന്മാർ, സമൂഹത്തിലെ ഉന്നതരുമായി ബന്ധമുണ്ടെന്ന് കാണിക്കാൻ ചില അല്പത്തരങ്ങൾ ചെയ്യുന്നവർ. നിങ്ങൾ അങ്ങനെയൊരു പ്രാഞ്ചി അമ്മായിയാണ്, അതിനപ്പുറം ഒന്നുമല്ല. ഒരു സിനിമയിൽ ഏതോ ഒരു കോണിൽ എങ്ങനെയോ ബന്ധപ്പെട്ടപ്പോൾ മുതൽ ഞാൻ ശോഭനയുടെ പിൻഗാമിയാണ് എന്നൊക്കെ സ്വയം അങ്ങ് തോന്നിപ്പോകുന്നത് മലയാളികൾ അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. ആ മിഥ്യാധാരണയും വെച്ച് ഞാനാണ് അവതാരമെന്നും ഞാൻ മഹിഷാസുര മർദ്ദിനിയുടെ പിൻഗാമിയാണ് എന്നുമൊക്കെ സ്വയം പുകഴ്ത്തി അഹങ്കരിച്ചാൽ അതൊന്നും നാട്ടിൽ വിലപ്പോകില്ല. സാക്ഷാൽ പിണറായി വീണതിൻ്റെ ചൂട് ചോർന്നിട്ടില്ല, പിന്നെയാണ് റിനിയെപ്പോലൊരു പ്രാഞ്ചി അമ്മായി. ഈ പോസ്റ്റിന് താഴെ ചില കോൺഗ്രസ് പ്രവർത്തകർ വന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുന്നു, റിനിയെ സ്റ്റേജിൽ വിളിച്ചു വരുത്താൻ മാത്രം ആത്മബന്ധമുള്ള ആ കോൺഗ്രസ്സുകാരൻ ആരെന്ന് അറിഞ്ഞേ പറ്റൂ. അല്ലെങ്കിൽ നാളുകളിൽ ഇത്തരം സരിതമാറായിരിക്കും ഈ പാർട്ടിയുടെ ഭരണത്തിന് അന്ത്യം കുറിക്കുക. വിജിൽ മോഹനനെ പോലെയുള്ള ചിലർ കളത്തിലിറങ്ങി. കോൺഗ്രസ് പ്രവർത്തകർ കട്ടയ്ക്ക് തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇപ്പോൾ വീട്ടിലിരുത്തിയതിന് പിന്നിൽ റിനി ആൻ ജോർജിൻ്റെ ആദ്യ നീക്കങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരുമൊന്നും അത്ര പെട്ടെന്ന് റിനിയോട് ഇത് ക്ഷമിക്കില്ല. വിജിൽ മോഹനൻ ഇന്നലെ ഫേസ്ബുക്കിൽ കുറിച്ച ചില വാക്കുകൾ ഇങ്ങനെ: കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സംഘടനാ പ്രവർത്തനങ്ങളിലും പ്രചരണ പ്രവർത്തനങ്ങളിലും നടന്ന ജ്യോതി വിജയകുമാറിനെ പോലെയുള്ള ആളെ പോലും പോലീസ് തടയുന്നത് നമ്മൾ കണ്ടു. എന്നാൽ റിനി ആൻ ജോർജിനെ ആരും തടഞ്ഞില്ല. അവർ വേദിയിൽ വരെ എത്തി. അതീവ സുരക്ഷയുള്ള തെലങ്കാന മുഖ്യമന്ത്രിക്കൊപ്പം ഫോട്ടോ എടുത്തു. വിജയിച്ചു വന്ന UDFൻ്റെ MLAമാരിൽ പലർക്ക് പോലും ഇന്നലെ ആ വേദിയിൽ എത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇത് മുഖ്യമന്ത്രിയോ ഏതെങ്കിലും മന്ത്രിമാരോ അറിഞ്ഞു ചെയ്തതാണെന്ന് ഞാൻ കരുതുന്നില്ലെങ്കിലും ഓഫീസിൽ ഒരു പണിയുമില്ലാതിരിക്കുന്ന ആരെങ്കിലും ഒപ്പിച്ച പാസ്സായിരിക്കണം അത്. ആളിനോടും ആളുകൾക്ക് മുകളിലുള്ള എല്ലാ പ്രിയപ്പെട്ട നേതാക്കളോടുമാണ് എനിക്ക് പറയാനുള്ളത്, ഇത്തരം അവതാരങ്ങളെ സൂക്ഷിക്കണം. ഇത്തരം ആളുകൾ ഓഫീസുകളിലേക്ക് കടന്നു കയറിയതിൻ്റെ ഫലം കോൺഗ്രസ് നന്നായി അറിഞ്ഞതാണ്. സ്വപ്നയും സരിതയും കയറിയതിൻ്റെ ഫലം 2 മുൻ മുഖ്യമന്ത്രിമാർ അനുഭവിച്ചത് നമുക്കറിയാം. നീതിമാനായ ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയത് നമ്മൾ മറന്നിട്ടില്ല. ഇത്തരം അവതാരങ്ങൾ അധികാരമുള്ളപ്പോഴൊക്കെ വരും. ഇവളാണ് പറവൂരിൽ ശ്രീ V.D. സതീശനെതിരെ സംഘടിപ്പിച്ച സ്ത്രീകളുടെ യോഗത്തിൽ ശൈലജ ടീച്ചർ മുഖ്യാതിഥിയായ ചടങ്ങിൽ ഷൈൻ ടീച്ചർക്കൊപ്പം പങ്കെടുത്തത്. അന്നവർ കോൺഗ്രസ് വിരുദ്ധ വേദിയിലായിരുന്നു. കോൺഗ്രസിനെ കളിയാക്കിയും ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. എന്നിട്ടും ഇവളെപ്പോലുള്ള ആളുകളെ എൻ്റർടൈൻ ചെയ്യുന്ന ഏതെങ്കിലും ഓഫീസിലെ ജീവനക്കാരുണ്ടെങ്കിൽ അവരോട് ഞങ്ങൾ പറയും, നിങ്ങൾ ഉണ്ടാക്കിയെടുത്തതല്ല ഈ സർക്കാർ, ഞങ്ങൾ തെരുവിൽ സമരം ചെയ്തുണ്ടാക്കിയെടുത്തതാണ് ഈ സർക്കാർ. ആ സർക്കാരിനെ തകർക്കാനുള്ള ഇത്തരം അവതാരങ്ങളുടെ ഒരു ശ്രമത്തെയും ഞങ്ങൾ അനുവദിക്കില്ല, അംഗീകരിക്കില്ല. പച്ചയ്ക്ക് ചോദിക്കാൻ ആളുകളങ്ങ് തുടങ്ങിയിട്ടില്ല എന്നേ ഉള്ളൂ. V.D. സതീശൻ ദയവായി ഇത്തരം അവതാരങ്ങളെ ഒന്ന് ശ്രദ്ധിക്കണം. എന്തിനാണ് ഇവരെ അന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് വിളിച്ചു വരുത്തിയത്? കോൺഗ്രസ് പാർട്ടിയെയും നേതാക്കളെയും ഒക്കെ ഇത്രയ്ക്ക് പച്ചയ്ക്ക് വെല്ലുവിളിക്കാൻ ആരാണ് റിനിക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നത്? ഒരു കാര്യം ഉറപ്പാണ്, ആരോ റിനിക്ക് പിന്നിലുണ്ടെന്ന് വ്യക്തം. അത് ചെറിയ കക്ഷിയൊന്നുമല്ല, നല്ല സ്വാധീന ശക്തിയുള്ള വമ്പൻ ടീംസ് തന്നെ. അവർ പുറത്തു വരാൻ അധികകാലം വേണ്ടില്ല. കാരണം റിനിയെ അങ്ങോട്ടേക്ക് കയറ്റി വിട്ടിരിക്കുന്നത് AKG സെൻറ്ററിൽ നിന്നാണോ എന്ന സംശയം കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത്. കാത്തിരുന്ന് കാണാം റിനി ആൻ ജോർജിൻ്റെ അടുത്ത നീക്കമെന്ത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.